പലതരം ഡിസ്ചാർജ് ലാമ്പുകളുണ്ട്. അതിലൊന്നാണ് ഫ്ലോറസെന്റ് ലാമ്പ്. ചില പദാർത്ഥങ്ങൾക്ക് അവയേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ പദാർത്ഥങ്ങൾ വന്നു പതിക്കുമ്പോൾ അവയെ ആഗിരണം ചെയ്യുവാനും ഉടൻ തന്നെ ദൃശ്യപ്രകാശമായി പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. ഇതിനെ ഫ്ലോറസെൻസ് എന്നാണ് പറയുന്നത്. ഇത്തരം പദാർത്ഥങ്ങളെ ഫ്ലോറസെന്റ് പദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. ഫ്ലോറസെന്റ് ലാമ്പിന്റെ ഗ്ലാസ് ട്യൂബിനുള്ളിൽ വെളുത്ത നിറത്തിൽ കാണുന്നത് ലേപനം ചെയ്തിരിക്കുന്ന ഫ്ലോറസെന്റ് പദാർത്ഥമാണ്. ട്യൂബിന്റെ രണ്ടഗ്രത്തുമുള്ള ഹീറ്റിംഗ് കോയിലിൽ തോറിയം ഓക്സൈഡ് ലേപനം ചെയ്തിരിക്കും. വൈദ്യുത പ്രവാഹം മൂലം ഈ കോയിലുകൾ ചുട്ടുപഴുത്ത് ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. അതിവേഗം ചലിക്കുന്ന ഈ ഇലക്ട്രോണുകൾ മെർക്കുറി ബാഷ്പത്തിലെ അയോണീകരിക്കാത്ത തന്മാത്രകളുമായി സംഘട്ടനത്തിലേർപ്പെടുന്നതിന്റെ ഫലമായി അൾട്രാ വയലറ്റ് രശ്മികൾ ഉണ്ടാവുകയും ഈ രശ്മികളെ ട്യൂബിൽ ലേപനം ചെയ്തിരിക്കുന്ന ഫ്ലോറസെന്റ് പദാർത്ഥം ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശമായി പുറത്തുവിടുകയും ചെയ്യുന്നു. ട്യൂബിനുള്ളിൽ ഡിസ്ചാർജ് ആരംഭിക്കുവാൻ ആദ്യഘട്ടത്തിൽ ഉയർന്ന വോൾട്ടേജ് ആവശ്യമാണ്. ഇത് നൽകുന്നത് ഇലക്ട്രോണിക് ചോക്കുകൾ അഥവാ ഇലക്ട്രോണിക് ബല്ലാസ്റ്റുകളാണ്. കൂടാതെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന 50 ഹെർട്സ് ആവൃത്തിയുള്ള വൈദ്യുതിയെ ഉയർന്ന ആവൃത്തിയുള്ളതാക്കി ട്യൂബിന് നൽകുന്നതും ഇലക്ട്രോണിക് ബല്ലാസ്റ്റിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ അടങ്ങുന്ന നീല പ്രകാശം തരുന്ന തരം ട്യൂബുകൾ ഈച്ചകളുടെ ട്രാപ്പായും ബാങ്കുകളിൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമം കണ്ടെത്താനും മറ്റും ഉപയോഗിക്കുന്നു.